നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് സാധനം അപ്പൊ എല്ലാം ദേശീയ ഞങ്ങൾ പൊട്ടിക്കാൻ നമ്മൾ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. അതൊക്കെ തെറ്റായ കാര്യമാണ്. തപാൽ വോട്ട് തിരുത്തിയെന്ന് വെളിപ്പെടുത്തിയ ജി സുധാകരന് കുരുക്ക്. കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ മൊഴിയെടുത്തു. നടപടികളിൽ ഭയമില്ലെന്ന് സുധാകരൻ. സംസ്ഥാനത്ത് ഒരാളെ കൂടി കടുവ കൊന്നു. മരിച്ചത് മലപ്പുറം കാളികാവിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി. ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത് പകുതി ഭക്ഷിച്ച നിലയിൽ. കടുവയെ കൊല്ലണമെന്ന് നാട്ടുകാർ. വെടിവെച്ച് പിടികൂടുമെന്ന് വനം മന്ത്രി. അവന്തിപ്പോറയിൽ 3 ഭീകരരെ ഏറ്റുമുട്ടലിൽ വധിച്ചു. ഒരാൾ പെഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ആസിഫ് ഷെയ്ഖ്. സൈനികരെ നേരിട്ട് അഭിനന്ദിച്ച് പ്രതിരോധ മന്ത്രി. കശ്മീരിൽ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് മന്ത്രി എസ് ജയശങ്കർ. പാകിസ്ഥാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടില്ലെന്ന ഇന്ത്യയുടെ നിലപാട് ശരിവെച്ച് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ മധ്യപ്രദേശ് മന്ത്രിയുടെ പരാമർശത്തിൽ അതിരൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഉത്തരവാദിത്തം കാട്ടണമെന്ന് താക്കീത്. വിശദീകരണം തേടി ബിജെപി ദേശീയ അധ്യക്ഷൻ. മന്ത്രിയെ പുറത്താക്കണമെന്ന ആവശ്യത്തിൽ മൗനം. നെടുമ്പാശ്ശേരിയിൽ മദ്യലഹരിയിൽ 2 CISF ഉദ്യോഗസ്ഥരുടെ കൊടും ക്രൂരത. സൈഡ് കൊടുക്കാത്തതിലെ തർക്കത്തിന് യുവാവിനെ കാറിടിപ്പിച്ചു കൊന്നു. ബോണറ്റിൽ കുടുങ്ങിയ ഐവിനുമായി കാർ നീങ്ങിയത് 1.5 കിലോമീറ്ററോളം. ഉത്തർപ്രദേശുകാരൻ വിനയകുമാറിനെയും ബീഹാർ സ്വദേശി മോഹൻകുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും സസ്പെൻഡ് ചെയ്ത് CISF. KU ജനീഷ് കുമാർ MLA-ക്കെതിരെ വനം വകുപ്പ് നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ്. MLA-ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച CPM. സമഗ്ര അന്വേഷണമെന്ന് വനം മന്ത്രി. ഉത്തരവാദിത്തം നിർവഹിക്കാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരെ ദ്രോഹിക്കുന്നുവെന്ന് ക്രിസ്ത്യൻ സഭകളുടെ കൂട്ടായ്മ. സ്ഥാനചലനത്തിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുധാകരൻ. തന്നെ മാറ്റിയത് പാർട്ടി നശിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ദുർമനസ്സുകളെന്ന് KPCC മുൻ അധ്യക്ഷൻ. പാർട്ടിയുടെ വക്താവല്ല. ഇതുവരെ ആ സ്ഥാനമില്ലാത്ത കാര്യം സംസാരിക്കുമ്പോഴേ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത്, ഒരു ഭാരതീയനായിട്ടാണ് സംസാരിക്കുന്നത്. കേന്ദ്ര നേതൃത്വം താക്കീത് ചെയ്തെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ശശി തരൂർ. സർക്കാരിനു വേണ്ടി സംസാരിച്ചിട്ടില്ലെന്നും വിശദീകരണം. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ രാഷ്ട്രപതി. കോടതിയോട് 14 ചോദ്യങ്ങൾ ഉന്നയിച്ച് ദ്രൗപദി മുർമു. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി എങ്ങനെ നിർവചിക്കാൻ കഴിയുമെന്ന് ചോദ്യം. നിർണായക നീക്കം പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷാധികാരം ഉപയോഗിച്ച്. വാർത്തയിലേക്ക് വിശദമായി. വിവാദ വെളിപ്പെടുത്തലിൽ ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി. പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ച് തെരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തിയിട്ടുണ്ടെന്ന പ്രസ്താവനയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. സുധാകരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നിയമ നടപടിക്കാണ് കമ്മീഷന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഭയമില്ലെന്നാണ് ജി സുധാകരന്റെ പ്രതികരണം. നിങ്ങളുടെ എല്ലാം MSCP വലിയ നേതാവായിരുന്ന ദേവദാസിന് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല അദ്ദേഹത്തെ. ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് സാധനം അപ്പൊ എല്ലാം ദേശീയ ഞങ്ങൾ പൊട്ടിക്കാൻ നമ്മൾ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. അതൊക്കെ തെറ്റായ കാര്യം. എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. ആലപ്പുഴയിൽ നടക്കുന്ന NGO യൂണിയൻ സമ്മേളനത്തിലെ ഈ പ്രസംഗമാണ് സുധാകരനെയും CPM-നെയും വിട്ടിലാക്കിയത്. താൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ 36 വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്വമാണ് സുധാകരൻ തുറന്നു പറഞ്ഞത്. പാർട്ടി സ്ഥാനാർത്ഥിക്കായി പോസ്റ്റൽ വോട്ടുകൾ തുറന്നു പരിശോധിച്ച് തിരുത്തൽ വരുത്തിയെന്നാണ് സുധാകരൻ പറഞ്ഞത്. പ്രസംഗം വിവാദമായതോടെ
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിച്ചു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ തഹസിൽദാർ എത്തി സുധാകരന് മൊഴിയെടുത്തു. ഇപ്പം മൊഴിയെടുക്കാനാണ് പറയുക. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആദ്യം മൊഴിയെടുക്കാനായിട്ട് പറഞ്ഞു. മൊഴിയെടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുക്കുന്നത് ഇപ്പം കളക്ടറെ കൊടുക്കും. ജില്ലാ കളക്ടർ ഇന്നലെ കൊടുക്കും. ഇപ്പം തന്നെ കൊടുക്കും. പൂർണ്ണമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഭയമില്ലെന്നാണ് സുധാകരന്റെ പ്രതികരണം. അങ്ങനൊരു ജനങ്ങളുടെ ചോദ്യം ഞാൻ ചോദിച്ചേ. ഞാൻ ഭയക്കുന്നില്ല. അതാണ് കൊള്ളപ്പറ്റൊന്നും ചെയ്തില്ല. അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണെങ്കിലും സുധാകരൻ നടത്തിയ മൊഴി കമ്മീഷന്റെ തുടർ നടപടികളിൽ നിർണായകമാണ്. മൊഴിയിൽ ഉറച്ചു നിന്നാൽ നിയമ നടപടി കടുക്കും. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും കമ്മീഷന്റെ നീക്കങ്ങൾ. അതേസമയം CPM നേതൃത്വത്തെ ആകെ വെട്ടിലാക്കിയ സുധാകരന്റെ വെളിപ്പെടുത്തലിൽ പാർട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സുധാകരന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആയുധമാക്കുകയാണ്. CPM കാലങ്ങളായി നടത്തുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് സുധാകരൻ തുറന്നു സമ്മതിച്ചതെന്നാണ് കോൺഗ്രസ് വിമർശനം. ന്യൂസ് 18 ആലപ്പുഴ. മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചുകൊന്നു. കല്ലാമുല്ല സ്വദേശി ഗഫൂറാണ് റബ്ബർ ടാപ്പിംഗിനിടെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും ഗഫൂറിന്റെ കുടുംബത്തെ സർക്കാർ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. MLA AP അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ ഉറപ്പുകൾ എഴുതി നൽകിയ ശേഷമാണ് മൃതദേഹം വിട്ടുനൽകാൻ ജനങ്ങൾ തീരുമാനിച്ചത്. കാളികാവ് അടയ്ക്കാക്കുണ്ട് റൗതൻകാട്ടിലെ റബ്ബർ എസ്റ്റേറ്റിലാണ് രാവിലെ 7 മണിക്ക് മുമ്പ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇതുവഴിയാണ് അങ്ങോട്ട് കയറി പോകുന്നത്. ഈ നിൽക്കുന്ന മേഖലയിൽ ഏകദേശം 1.5 കിലോമീറ്റർ മുകളിലാണ് ഈ സംഭവം ഉണ്ടായത്. ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഈ മേഖലയിൽ ഏകദേശം 1.5 കിലോമീറ്റർ മുകളിലാണ്. വലിയ പ്രതിഷേധം തന്നെ ഈ ഒരു മേഖലയിൽ ഇതേ തുടർന്നുണ്ടായിരുന്നു. കാരണം ഈ നിൽക്കുന്ന പ്രദേശം നിലമ്പൂർ മലനിരകളോട് ചേർന്നുള്ള മേഖലയാണ്. സൈലന്റ് വാലി മലനിരകളുടെ മറുവശത്തുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ മുൻപും കടുവകളെ കണ്ടതായിട്ടുള്ള വന്യജീവികളെ കണ്ടതായിട്ടുള്ള പരാതികൾ വ്യാപകമായിട്ട് ഉയർന്നിരുന്നു. 3 മാസം മുമ്പ് കടുവയെ കണ്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും വനം വകുപ്പിനെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്നൊന്നും വനം വകുപ്പ് കാര്യമായിട്ട് ഇടപെട്ടില്ല എന്നൊരു പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനിപ്പോൾ ഒരു മനുഷ്യജീവൻ പൊലിയേണ്ടി വന്നു എന്ന തരത്തിലാണ് പ്രതിഷേധം ഉയർന്നത്. ഈ ഒരു മേഖലയിലേക്ക് മൃതദേഹം കൊണ്ടുവരികയും ഇവിടെ മൃതദേഹം തടഞ്ഞു നിർത്തി ജനങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പ്രതിഷേധത്തിന്റെ കൂടെയാണ്. നിങ്ങൾ എന്നെ പുറത്തിരുത്തണ്ട സാറേ. ഞാൻ തീർച്ചയായും കൂടെയാണ്. ബാക്കിയുള്ള കർഷകർക്ക് നാളെ രാവിലെ ടാപ്പിംഗ് തൊഴിലാളി ഇവിടെ കയറും സാറേ. ഒരു പിന്നെ 14 ലക്ഷം രൂപ കൊടുക്കാൻ 4 ലക്ഷം അവർക്കുള്ള സഹായധനം കഴിയുന്നതും ഇന്ന് തന്നെ എത്തിക്കാനും, ഇല്ലെങ്കിൽ നാളെ തന്നെ. കാരണം ഇന്നിപ്പോൾ ഇവരെല്ലാം ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ആയതുകൊണ്ട് ഓഫീസിൽ കൊടുക്കണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ കൊടുക്കാൻ കഴിയുക. അത് ചെയ്യുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ആളെ കൊല്ലിയായി കടുവയെ പിടികൂടുവാൻ ഡോക്ടർ അരുൺ സക്ര നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി അതിന്റെ നടപടികൾ സ്വീകരിക്കുമെന്നും വനം വകുപ്പ് ഉറപ്പുകൊടുത്തു. ഇനിയുള്ള നടപടികൾ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ വീണ്ടും ഉയരുമെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഒരു മനുഷ്യജീവൻ വീണ്ടും പൊലിയേണ്ടി വന്നു. ഈ വന്യമൃഗ ശല്യത്തിന് സർക്കാർ കാര്യക്ഷമമായി ഇടപെടുവാൻ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ ബലമായി മോചിപ്പിച്ച സംഭവത്തിൽ കോന്നി MLA KU ജനീഷ് കുമാറിനെതിരെ കേസ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. MLA ഇടപെടേണ്ട സാഹചര്യം എന്താണെന്ന് പരിശോധിക്കുമെന്ന് വനം മന്ത്രി പറഞ്ഞു. MLAയെ പിന്തുണച്ച് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം രംഗത്തെത്തി. വനം വകുപ്പിനെ വിമർശിച്ചും MLAയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചും കേരള കൌൺസിൽ ഓഫ് ചർച്ച് നിലപാട് പരസ്യമാക്കി. ജനീഷ് കുമാറിന്റെ നക്സലിസം പരാമർശത്തോട് യോജിപ്പില്ലെന്നാണ് DYFIയുടെ പ്രതികരണം. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് സ്റ്റാമ്പ് ചെയ്ത പേപ്പർ കാണിക്കുക, അറസ്റ്റ് ഇത് ചെയ്ത പേപ്പർ കാണിക്കുക. രേഖപ്പെടുത്തിയില്ലേ? പിന്നെ കാണിക്കുന്നത് പിന്നെ എടുത്ത് വെക്കാനാണോ? എടുക്കേ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. എടുക്കേ KU ജനീഷ് കുമാർ MLAക്കെതിരെ കൂടൽ പോലീസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ 3 പരാതികളാണ് നൽകിയത്. സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. സ്വാർത്ഥ താൽപര്യക്കാർ
വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയാണെന്ന് കേരള ഫോറസ്റ്റ് സ്റ്റാഫ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷൻ ആരോപിക്കുന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണവും നിഷ്പക്ഷമായ നടപടിയും ഉണ്ടാകുമെന്ന് വനം മന്ത്രി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അത് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി തീരുമാനിക്കാനല്ല ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി എന്നുള്ളതിൽ ഞാൻ ആലോചിക്കുന്നത്. മറ്റു തരത്തിലുള്ള പരിശോധനയും നടത്തിയാൽ മാത്രമേ അതിലെ സത്യാവസ്ഥ ബോധ്യപ്പെടും. അതിൽ സത്യം എന്താണോ ആ സത്യത്തിനോടൊപ്പം നിന്ന് ശരിയായ നടപടി മാത്രമേ സർക്കാർ സ്വീകരിക്കൂ. ഷോക്കേറ്റാണ് കാട്ടാന ചെരിഞ്ഞത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം MLAക്ക് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ജനങ്ങളുടെ വികാരമാണ് MLA പ്രകടിപ്പിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. ജനീഷ് കുമാർ MLA ഇന്നലെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ഒരു ജനവികാരം മാനിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ്. വനം വകുപ്പ് വന്യജീവി ശല്യത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കാതെ കർഷകർക്കെതിരെ കേസെടുക്കുകയാണെന്ന് കേരള കൗൺസിൽ ഓഫ് ചർച്ചും വിമർശിച്ചു. ഉദ്യോഗസ്ഥർ ചെന്ന് വേണ്ടതായ അടിയന്തര നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ കാട്ടാനകളെയൊക്കെ വനത്തിനുള്ളിലേക്ക് തുരത്താൻ കഴിയുമായിരുന്നു. ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കാതെ അവിടെ പ്രവർത്തിച്ച, പ്രത്യേകിച്ച് കൃഷി ചെയ്യുന്നവരുടെ പേരിൽ കേസെടുക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അവിടെ JCB വരെ പ്രവർത്തിച്ച ആളിനെയാണ് കഴിഞ്ഞ ദിവസം കൊണ്ട് വാസു എന്ന് പറയുന്ന ആളിനെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുകയും. എന്നാൽ ജനീഷ് കുമാറിന്റെ നക്സലിസം പരാമർശത്തോട് യോജിക്കുന്നില്ലെന്ന് DYFI വ്യക്തമാക്കി. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത്. തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഉപദ്രവിക്കാൻ പുറപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾക്കും പാർട്ടി നേതാക്കൾക്കും ഇടപെടേണ്ടി വരും. അല്ല, ആ പരാമർശത്തോട് ഞാൻ യോജിക്കുന്നില്ല. അതെല്ലാം അദ്ദേഹത്തിന്റെ പരാമർശമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ജമ്മുകാശ്മീരിലെ അവന്തിപ്പോരയിൽ 3 ഭീകരരെ വധിച്ച സുരക്ഷാസേന. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ആസിഫ് ഷെയ്ഖും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. രാജ്യം സൈന്യത്തോട് കടപ്പെടുന്നതായി ശ്രീനഗറിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ജമ്മു കാശ്മീരിൽ ഭീകരർക്കെതിരായ നടപടി സൈന്യം തുടരുകയാണ്. പുൽവാമയിലെ നാദർ ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും CRPFും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. സുരക്ഷാ സേനയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. സുരക്ഷാ സേനയുടെ തിരിച്ചടിയിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. ജെയ്ഷെ മുഹമ്മദ് ഭീകരരായ ആസിഫ് ഷെയ്ഖ്, ആമിർ നാസിർ വാനി, യാവർ അഹമ്മദ് ഭട്ട് എന്നിവരെയാണ് വധിച്ചത്. 3 പേരും പുൽവാമ സ്വദേശികളാണ്. കൂടുതൽ ഭീകരർ പ്രദേശത്തുണ്ടെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ തുടരുകയാണ്. ഇതോടെ 2 ദിവസത്തിൽ സുരക്ഷാ സേന വധിച്ച ഭീകരരുടെ എണ്ണം 6 ആയി. അതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീനഗറിലെത്തി സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി. ശത്രുവിനും മറക്കാൻ കഴിയാത്ത പാഠം സൈന്യം നൽകിയതായി രാജ്നാഥ് സിംഗ് പറഞ്ഞു. आज आतंकवाद के खिलाफ भारत की प्रतिज्ञा कितनी कठोर है इसका पता इसी बात से चलता है कि हमने उनके न्यूक्लियर ब्लैकमेल की भी परवाह नहीं की है. पूरी दुनिया ने देखा है कि कैसे गैर जिम्मेदाराना तरीके से पाकिस्तान द्वारा भारत को अनेक बार एटमी धमकियां दी गई हैं. നിയന്ത്രണ രേഖയിലെ സാഹചര്യവും പ്രതിരോധ മന്ത്രി വിലയിരുത്തി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ ആദംപൂരിലെത്തി സൈനികരെ കണ്ടിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിയിൽ മാറ്റമില്ലെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. പാകിസ്ഥാനുമായി ചർച്ചയുണ്ടാവുകയാണെങ്കിൽ അത് തീവ്രവാദത്തെക്കുറിച്ച് മാത്രമായിരിക്കും. ചർച്ചയിൽ 3ാം കക്ഷി ഇടപെട്ടിട്ടില്ലെന്നും ജയശങ്കർ ആവർത്തിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം കണ്ടുവെന്നും ജയശങ്കർ പറഞ്ഞു. The Indus Waters Treaty is held in abeyance and will be continued to be held in abeyance until cross-border terrorism by Pakistan is credibly and irrevocably stopped. യുടെ സൈനിക നടപടികളിൽ പാകിസ്ഥാനിൽ ആണവ കേന്ദ്രങ്ങളിൽ ചോർച്ചയുണ്ടായെന്ന അഭ്യൂഹം തള്ളി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചില്ലെന്ന ഇന്ത്യയുടെ നിലപാട് ശരിവെക്കുന്നതാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിലപാട്. പാക് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമാണ് കിരാന ഹിൽസിലെ ആണവോർജ്ജ കേന്ദ്രത്തിൽ ചോർച്ചയുണ്ടായെന്ന വാർത്തകൾ വന്നത്. പാകിസ്ഥാനും ഇത് നിഷേധിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തുർക്കിക്കെതിരായ നിലപാട് ശക്തമാക്കി ഇന്ത്യ. തുർക്കിയിലെ സർവകലാശാലകളുമായി ഉണ്ടായ സഹകരണം ജാമിയ മിലിയ, JNU സർവകലാശാലകൾ ഉപേക്ഷിച്ചു. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായുടെ പരാമർശത്തിൽ മുഖം രക്ഷിക്കാൻ BJP. പരാമർശം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതോടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ റിപ്പോർട്ട് തേടി. കേസെടുത്തതിന് പിന്നാലെ വിജയ് ഷാ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും അടിയന്തരമായി ഇടപെടാൻ കോടതി വിസമ്മതിച്ചു.
മന്ത്രിസ്ഥാനത്തിരിക്കുന്നവർ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. जैसे हमारे मोदी जी समाज के लिए जी रहे, समाज के लिए जान लगा रहे, और जिन्होंने हमारी बेटियों के सिंदूर उजाड़े थे, वही कटे पिटे लोगों को हमने उन्हीं की बहन भेज करके उनकी ऐसी की तैसी करवाई. एक बार मोदी जी के लिए जोरदार ताली बजाएं. ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമായി കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും അവതരിപ്പിക്കുന്നതിനിടെയാണ് മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷാ പാർട്ടിയെ വെട്ടിലാക്കിയത്. സൈന്യത്തിന്റെ ദൈനംദിന നടപടി വിശദീകരിച്ച 3 പേരിലൊരാളായ കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരിയെന്നാണ് വിജയ് ഷാ വിശേഷിപ്പിച്ചത്. മന്ത്രിയെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷമടക്കം ആവശ്യപ്പെട്ടെങ്കിലും അനങ്ങാതിരുന്ന ബി.ജെ.പി മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇടപെടലോടെയാണ് മുഖം രക്ഷിക്കൽ നടപടിക്ക് വേഗത കൂട്ടിയത്. ബി.ജെ.പി എം.എൽ.എ മാനവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം കേണൽ ഖുറേഷിയുടെ ഛത്തർപൂരിലെ നൌഗാവിലുള്ള തറവാട്ട് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട് പിന്തുണ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ റിപ്പോർട്ട് തേടിയത്. മന്ത്രി വിജയ് ഷായ്ക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. മന്ത്രിയുടെ വീടിന് പുറത്ത് കോൺഗ്രസ് നേതാവ് മനോജ് ശുക്ലയുടെ നേതൃത്വത്തിൽ കരിയോയിലൊഴിച്ചു. വിവാദം കൊഴുക്കുമ്പോഴും വിജയ് ഷായെ മന്ത്രിസഭയിൽ നിന്ന് നീക്കാൻ ബി.ജെ.പി തയ്യാറായിട്ടില്ല. ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് മുൻപായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചതെങ്കിലും കേസെടുത്തത് രാത്രി 11 മണിക്ക് മാത്രമാണ്. എഫ്ഐആർ എടുക്കാൻ നിർദ്ദേശിച്ചതിനെതിരെ വിജയ് ഷാ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കടുത്ത വിമർശനം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ നിന്നുണ്ടായി. ഭരണഘടനാ പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കണമെന്ന് കോടതി ഊന്നിപ്പറഞ്ഞു. എന്ത് തരം പ്രസ്താവനകളാണ് മന്ത്രി നടത്തിയതെന്ന് ചോദിച്ച കോടതി രാജ്യം നിർണായക സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ പരാമർശങ്ങളിൽ മാന്യത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. മണിപ്പൂരിൽ 10 വിഘടനവാദികളെ വധിച്ച് സുരക്ഷാസേന. മ്യാൻമാർ അതിർത്തിയോട് ചേർന്നുള്ള ചന്ദേൽ ജില്ലയിൽ സംതാൽ ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അസം റൈഫിൾസിന്റെ പരിശോധന. പ്രദേശത്ത് നിന്ന് വൻ ആയുധശേഖരം പിടികൂടി. മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. കേന്ദ്ര നേതൃത്വം താക്കീത് ചെയ്തെന്ന വാർത്ത തള്ളി ശശി തരൂർ. താൻ പാർട്ടിയുടെ വക്താവല്ല, സർക്കാരിന് വേണ്ടി സംസാരിച്ചിട്ടില്ലെന്നും ശശി തരൂർ പറഞ്ഞു. താൻ പറയുന്നതെല്ലാം എന്തുകൊണ്ട് വിവാദമാകുന്നു എന്ന് അറിയില്ലെന്നാണ് തരൂരിന്റെ പ്രതികരണം. ഞാൻ പാർട്ടിയുടെ വക്താവല്ല, ഇതുവരെ ആ സ്ഥാനമില്ലാത്ത കാര്യം ഞാൻ സംസാരിക്കുമ്പോഴേ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത്, ഒരു ഭാരതീയനായിട്ടാണ് സംസാരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ വിദേശകാര്യത്തെക്കുറിച്ച് കുറച്ച് അറിയുന്ന കാരണമാണ് ആൾക്കാർ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വില പ്രസക്തി ഇല്ലെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ. ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയുമല്ല സംസാരിച്ച്, നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ടുമല്ല സംസാരിച്ച്, ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചതിന് എൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ ഭാരതം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് എൻ്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത്. അഥവാ നമ്മൾക്ക് സർക്കാരിനോട് ചില ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ 100% പിന്തുണ കൊടുക്കുന്നു. പാർട്ടി ചോദിച്ചോട്ടെ ക്ലാരിഫിക്കേഷൻസ്. കെ.പി.സി.സി നേതൃമാറ്റത്തിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ. സുധാകരൻ. അധ്യക്ഷ സ്ഥാനത്തു നിന്നും തന്നെ മാറ്റിയതിന് പിന്നിലുള്ള നേതാക്കൾ പാർട്ടിയോട് കൂറുള്ളവരല്ല, മറിച്ച് പാർട്ടി നശിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ദുർമനസ്സുകളാണെന്നും കെ. സുധാകരൻ പറഞ്ഞു. സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ ആരും അഭിപ്രായം ചോദിച്ചില്ല. ചില നേതാക്കൾ തന്നെ മാറ്റാൻ നിർബന്ധം പിടിച്ചു. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയതിൽ കടുത്ത നിരാശയുണ്ട്. നീക്കത്തിന് പിന്നിൽ ചില നേതാക്കളുടെ സ്വാർത്ഥ താൽപര്യമാണ്. തെളിവില്ലാതെ ഒരാളുടെ പേര് പറയുന്നത് ശരിയല്ല എന്നും നേരത്തെ അറിയിക്കാതെയുള്ള തീരുമാനം മാനസിക പ്രയാസമുണ്ടാക്കിയെന്നും കെ. സുധാകരൻ പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കത്തെ തുടർന്ന് CISF ഉദ്യോഗസ്ഥർ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അങ്കമാലി തുറവൂർ സ്വദേശി ഐവിൻ ജോജോയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കാറിന്റെ ബോണറ്റിൽ കുടുങ്ങിയ ഐവിനെയും കൊണ്ട് 1.5 കിലോമീറ്ററോളം പ്രതികൾ വാഹനമോടിച്ചു. കാറിൽ നിന്ന് തെറിച്ചു വീണ യുവാവിന്റെ ശരീരത്തിലൂടെ വാഹനം ഓടിച്ചു കയറ്റി കൊല്ലുകയായിരുന്നു. സംഭവത്തിൽ 2 പ്രതികളും പോലീസിന്റെ പിടിയിലാണ്. നെടുമ്പാശ്ശേരി തോമ്പ്ര റോഡിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണിത്. നെടുമ്പാശ്ശേരിയിൽ സ്വകാര്യ കേറ്ററിംഗ് സ്ഥാപനത്തിലെ ഷെഫായ ഐവിൻ ജിജോ രാത്രി വീട്ടിൽ നിന്ന് കാറിൽ ജോലിക്കിറങ്ങിയതായിരുന്നു. തോമ്പ്ര റോഡിലെ ഇടവഴിയിൽ എതിരെ വന്ന CISF ഉദ്യോഗസ്ഥരുടെ വാഹനം ഐവിന്റെ കാറിൽ ഉരസി.
വണ്ടി നിർത്തി ഐവിൻ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. കാർ മുന്നോട്ടെടുക്കാൻ CISF ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് ഐവിൻ തടഞ്ഞു. ഫോണിൽ വീഡിയോ ചിത്രീകരിക്കാനും തുടങ്ങി. ഇതോടെ കാർ പെട്ടെന്ന് മുന്നോട്ടെടുത്ത ഉദ്യോഗസ്ഥർ ബോണറ്റിൽ തൂങ്ങിക്കിടന്ന ഐവിനെ ഇടറോഡിലൂടെ 1.5 കിലോമീറ്ററോളം വലിച്ചിഴച്ചു കൊണ്ടുപോയി. നായിത്തോട് കപ്പേള റോഡിൽ കാർ ബ്രേക്കിട്ടതോടെ തെറിച്ചു വീണ ഐവിന്റെ ദേഹത്തുകൂടി കാർ കയറി. പിന്നെയും 20 മീറ്ററോളം ഐവിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി. 2 മാരുതി വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ തമ്മിൽ സൈഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം, ആ തർക്കമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു മുൻവൈരാഗ്യം പോലും ഇവിടെ പറഞ്ഞു കേൾക്കുന്നില്ല. യഥാർത്ഥത്തിൽ CSF ജവാന്റെ ഭടന്റെ അവരുടെ ഒരു അഹങ്കാരം നിറഞ്ഞ പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ളൊരു ദാരുണമായ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഐവിൻ ജിജോ മരിച്ചിരുന്നു. CISF SI UP സ്വദേശി വിനയ്കുമാർ ദാസ്, കോൺസ്റ്റബിൾ ബീഹാർ സ്വദേശി മോഹൻകുമാർ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. വിനയ്കുമാറാണ് കാർ ഓടിച്ചതെന്നാണ് വിവരം. ഇയാൾ നാട്ടുകാരുടെ കയ്യേറ്റത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഓടി രക്ഷപ്പെട്ട മോഹൻകുമാറിനെ പോലീസ് പിടികൂടി. 2 ആൾക്കാർ സംശയ രീതിയിൽ ഉണ്ടായിരുന്നു. അവർ 2 പേരെയും നമ്മൾ നിരീക്ഷണത്തിലെടുത്തിട്ടുണ്ട്. നിലവിൽ അവരിപ്പോൾ നമ്മുടെ സർവൈലൻസിലാണ്. റീസൺ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ റീസൺ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവർ ഇവിടുത്തെ CISFന്റെ SIയും അവിടുത്തെ ഒരു കമ്പനീൻ്റെ റൈറ്ററായിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളാണ്. അപ്പോൾ ഇവരുടെ നേറ്റീവ് സ്ഥലങ്ങളൊക്കെ ബീഹാറിന് പറഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ CISFോട് അവരുടെ ബേസിക് ഡീറ്റെയിൽസും അവരുടെ കാര്യങ്ങൾ എടുത്തു വരും. 2 ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റ് നെടുമ്പാശ്ശേരി പോലീസ് രേഖപ്പെടുത്തി. ഉദ്യോഗസ്ഥരെ 2 പേരെയും CISF സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സൈനികർ രാജ്യത്തിന് അപമാനമാണെന്ന് റോജി M. ജോൺ MLA. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ CISF ഉള്ള സർവീസിലുണ്ട് എന്നുള്ളത് സർവീസിന് തന്നെ നാണക്കേടാണ്, നമ്മുടെ സേനയ്ക്ക് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം. പഴുതടച്ചിട്ടുള്ള അന്വേഷണം, അതുപോലെ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഈ ആളുകളെ, കുറ്റക്കാരായിട്ടുള്ള ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇത്തരത്തിലുള്ള ആളുകളൊന്നും നമ്മുടെ സേനയ്ക്ക് അപമാനമാണ്. അത്തരത്തിലുള്ള ആളുകളൊന്നും നമ്മുടെ സേനയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ജിജോ ജെയിംസിന്റെ മകനാണ് 24-കാരനായ ഐവിൻ ജിജോ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് 18 കൊച്ചി. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊലവിളി മുദ്രാവാക്യത്തിൽ കേസെടുക്കണമെന്ന് SFI. ധീരജിന്റെ കൊലപാതകത്തിന് പിന്നിലെ കോൺഗ്രസ് ഗൂഢാലോചനയാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നായിരുന്നു SFIയുടെ ആരോപണം. ഇന്നലെ മലപ്പട്ടത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് റാലിക്കിടെയായിരുന്നു പ്രവർത്തകരുടെ ഈ കൊലവിളി മുദ്രാവാക്യം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ SFI ആയുധമാക്കിയിരിക്കുകയാണ്. കൊലവിളി മുദ്രാവാക്യത്തിലൂടെ ധീരജിന്റെ കൊലപാതകത്തിന് പിന്നിലെ KSU കോൺഗ്രസ് ഗൂഢാലോചന വീണ്ടും വെളിവായിരിക്കുകയാണെന്ന് SFI ആരോപിച്ചു. ധീരജിന്റെ ജന്മനാട്ടിൽ നിന്ന് തന്നെ ഇത്തരം കൊലവിളി പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് നാട്ടിലെ സമാധാനം തകർക്കാനുള്ള നീക്കമായി കണ്ട് പോലീസ് കേസെടുക്കണമെന്നാണ് SFI നിലപാട്. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ സംഘർഷത്തിൽ 2022 ജനുവരി 10-നായിരുന്നു SFI പ്രവർത്തകൻ ധീരജ് കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 കണ്ണൂർ. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിക്കെതിരെ രാഷ്ട്രപതിയുടെ നിർണായക നീക്കം. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ച് ദ്രൗപദി മുർമു കോടതിയോട് 14 ചോദ്യങ്ങൾ ചോദിച്ചു. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്നും രാഷ്ട്രപതി ചോദിക്കുന്നു. നീതിന്യായ ചരിത്രത്തിൽ നിർണായകമാകുന്ന നീക്കത്തിനാണ് രാഷ്ട്രപതി തുടക്കം കുറിച്ചത്. സമയപരിധി നിശ്ചയിച്ച വിധിയുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ 143(1) അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് 14 വിഷയങ്ങളിൽ വ്യക്തത തേടിയത്. ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഇല്ലെന്ന് സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷ, ഫെഡറലിസം, നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങിയ ബഹുമുഖ ഘടകങ്ങൾ കണക്കിലെടുത്താണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചനാധികാരം ഉപയോഗിക്കുന്നതെന്നും രാഷ്ട്രപതി വ്യക്തമാക്കുന്നു.
ഭരണഘടനയുടെ 361 അനുച്ഛേദ പ്രകാരമുള്ള പരിരക്ഷ ഈ തീരുമാനങ്ങൾക്ക് ബാധകമല്ലേ? ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനയിൽ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതിനാൽ കോടതിക്ക് സമയപരിധിയും എങ്ങനെ തീരുമാനമെടുക്കണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമോ എന്നും ചോദിക്കുന്നു. ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഭരണഘടനയുടെ 143 അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ടോ? ബില്ലുകൾ നിയമമാകുന്നതിനു മുമ്പ് അതിലെ ഉള്ളടക്കം ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങൾ രാഷ്ട്രപതി ഉന്നയിക്കുന്നു. ബില്ലുകളിൽ രാഷ്ട്രപതി അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് സുപ്രീം കോടതി വ്യത്യസ്ത വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭരണഘടനയുടെ 143(1) അനുച്ഛേദ പ്രകാരം താൻ ഇക്കാര്യത്തിൽ വ്യക്തത തേടുന്നതെന്ന് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നേരത്തെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലാണ് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവ് സുപ്രീം കോടതിയുടെ 2 ബെഞ്ച് പുറപ്പെടുവിച്ചത്. ജസ്റ്റിസുമാരായ GB പർഡിവാല, R മഹാദേവൻ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു വിധി. എന്നാൽ വിധിക്കെതിരെ സർക്കാരിന് പുനഃപരിശോധന ഹർജി നൽകാമായിരുന്നെങ്കിലും ഹർജി അതേ ബെഞ്ച് തന്നെ പരിഗണിക്കുമെന്നതിനാൽ അനുകൂല ഉത്തരവുണ്ടാകാൻ സാധ്യത കുറവാണ് എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും രാഷ്ട്രപതിയെ സന്ദർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സുപ്രീം കോടതിയുടെ വ്യക്തത തേടിയുള്ള രാഷ്ട്രപതിയുടെ നിർണായക നീക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയ്ലിൻ ദാസിനെ പിടികൂടാതെ പോലീസ്. അറസ്റ്റ് ഒഴിവാക്കാൻ ബെയ്ലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഇതിനിടെ ഇയാളുടെ രാഷ്ട്രീയ ബന്ധത്തെ ചൊല്ലിയും ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാവുകയാണ്. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ 3-ാം ദിവസവും പ്രതിയായ ബെയ്ലിൻ ദാസിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അക്രമത്തിനു ശേഷം മണിക്കൂറുകളോളം ഇയാൾ കോടതി വളപ്പിലുണ്ടായിരുന്നു. അപ്പോഴും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല. ബാർ അസോസിയേഷൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അഭിഭാഷകർ പോലീസിനെ തടയുകയായിരുന്നു. അറസ്റ്റിനായി പോലീസ് ശ്രമിക്കുന്നതിനിടെ ബെയ്ലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ബാർ കൗൺസിലും ഇയാൾക്കെതിരെ കൂടുതൽ നടപടിയെടുത്തേക്കും. ബെയ്ലിൻ ദാസിനെ ആരാണ് സംരക്ഷിക്കുന്നത് എന്നതിനെ ചൊല്ലിയും ഇയാളുടെ രാഷ്ട്രീയ ചായ്വ് എന്തെന്നത് സംബന്ധിച്ചും വിവാദം ചൂടുപിടിക്കുകയാണ്. അഭിഭാഷകനെ CPM സംരക്ഷിക്കുകയാണെന്ന് ഇന്നലെ BJP ആരോപിച്ചിരുന്നു. പാർട്ടി ബന്ധു കൂടിയായ ബെയ്ലിനെ സംരക്ഷിക്കാൻ സർക്കാരും പോലീസും ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബെയ്ലിൻ ദാസ് പൂന്തുറ വാർഡിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. എന്നാൽ വർഷങ്ങളായി ഇയാൾ കോൺഗ്രസിനൊപ്പമാണെന്നാണ് CPM വിശദീകരണം. ബാർ അസോസിയേഷനിലും കോൺഗ്രസും BJPയും ഉൾപ്പെട്ട സംഘടനയിലാണ് ബെയ്ലിൻ പ്രവർത്തിക്കുന്നതെന്നും CPM വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഏപ്രിൽ 15 ഉച്ചയ്ക്ക് 12:45 മക്കളുമായി പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സംഭവത്തിൽ പിടിയിലായത് ഭർത്താവ് ജിമ്മിയും ഭർത്തൃപിതാവും ജയിലിൽ തുടരുകയാണ്. വീട്ടിൽ പലതവണ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടതോടെയായിരുന്നു ജിസ്മോൾ കുട്ടികളുമായി പുഴയിൽ ചാടിയത്. ഈ സംഭവം വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇതാദ്യമായി പുറത്തുവന്നത്. ജിസ്മോളെയും മൂത്ത മകൾ നേഹയെയും ദൃശ്യത്തിൽ വ്യക്തമായി കാണാം. ഇളയ മകൾ നോറയെ സ്കൂട്ടറിന്റെ മുന്നിലെ പ്ലാറ്റ്ഫോമിൽ ഇരുത്തിക്കൊണ്ടുപോയി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഉച്ചയ്ക്ക് 12:45 വീടിന് സമീപത്തുള്ള റോഡിൽ കൂടി പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ജിസ്മോളെ കൊലപ്പെടുത്തിയതാണോ എന്ന സംശയം ബന്ധുക്കൾക്കുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആത്മഹത്യ എങ്ങനെ എന്നതിന് കൂടുതൽ വ്യക്തത വരികയാണ്. സംഭവത്തിൽ 3 പേരും പുഴയിലെ വെള്ളം കുടിച്ചാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ശരീരത്തിൽ മറ്റു പരിക്കുകളില്ല എന്നും പരിശോധനയിൽ വ്യക്തമായിരുന്നു. G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കോസ്മെറ്റിക് സർജറിക്ക് വിധേയയായി യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ ആശുപത്രിക്കെതിരെ പോലീസ്. ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് പോലീസ് അംഗീകരിക്കില്ല. ആശുപത്രിക്കെതിരായ തുടർ നടപടിക്ക് നിയമോപദേശം തേടാനാണ് പോലീസിന്റെ തീരുമാനം. കോസ്മെറ്റിക് ചികിത്സയിൽ ആശുപത്രിയെ ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. ക്ലിനിക്കിനോ ഡോക്ടർക്കോ വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കാത്തതാണ് റിപ്പോർട്ട്. യുവതിക്ക് സംഭവിച്ച ദുരന്തത്തിന് കാരണം എന്താണെന്ന് പോലും വ്യക്തതയില്ല. ശസ്ത്രക്രിയയുടെ പിറ്റേ ദിവസം അസഹനീയമായ ക്ഷീണത്തെ തുടർന്ന് ചികിത്സ തേടിയപ്പോൾ അടിയന്തരമായി തുടർ ചികിത്സ നൽകാതിരുന്നതിൽ മാത്രമാണ് കഴക്കൂട്ടം കുളത്തൂരിലുള്ള കോസ്മെറ്റിക് ക്ലിനിക്കിനെ മെഡിക്കൽ ബോർഡ് അല്പമെങ്കിലും കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് പോലീസ്. മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ കൃത്യമായ നിഗമനങ്ങളില്ല. പല സംശയങ്ങൾക്കും ഉത്തരമില്ല. സാധാരണഗതിയിൽ ചികിത്സാ പിഴവ് സംബന്ധിച്ച കേസുകളിൽ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ നിഗമനത്തിൽ എത്തുക. എന്നാൽ നീതുവിന് നേരിട്ട ഗുരുതര ചികിത്സാ പിഴവിൽ തുടരന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. കഴക്കൂട്ടം ACP JK ദിനിലിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം.
നിയമോപദേശം തേടിയ ശേഷമാകും തുടർ നടപടി. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് വാഹനാപകടത്തിൽ നിന്ന് യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പെരിങ്ങളത്ത് ഇന്ന് രാവിലെയാണ് സംഭവം. ലോറി പിന്നോട്ടിറങ്ങി തൊട്ടുപിറകെയുണ്ടായിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടർ യാത്രക്കാരിയായ അശ്വതിയാണ് നിസാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റിയിൽ വനിതകൾ ഇടം പിടിച്ചു. വയനാട്ടിൽ നിന്നുള്ള ജയന്തി രാജനും ചെന്നൈയിൽ നിന്നുള്ള ഫാത്തിമ മുസഫറുമാണ് അസിസ്റ്റന്റ് സെക്രട്ടറിമാർ. ജയന്തി നിലവിൽ വനിതാ ലീഗ് ദേശീയ സെക്രട്ടറിയും ഫാത്തിമ വനിതാ ലീഗ് ദേശീയ പ്രസിഡന്റുമാണ്. ദേശീയ പ്രസിഡന്റായി KM ഖാദർ മൊയ്തീൻ, ദേശീയ ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടി, ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ET മുഹമ്മദ് ബഷീർ എന്നിവർ തുടരും. KPA മജീദ്, മുനവർ അലി തങ്ങൾ, ഹാരിസ് ബീരാൻ തുടങ്ങിയവർ ദേശീയ നേതൃനിരയിലുണ്ട്. KPA മജീദ് ദേശീയ വൈസ് പ്രസിഡന്റാകും. മുനവർ അലി തങ്ങൾ, ഹാരിസ് ബീരാൻ, CK സുബൈർ, അഹമ്മദ് കബീർ തുടങ്ങിയവരാണ് ദേശീയ സെക്രട്ടറിമാർ. ചെന്നൈയിൽ ചേർന്ന ദേശീയ കൌൺസിലിലാണ് പ്രഖ്യാപനം.